നമസ്കാരം. ഞാൻ കലോത്സവം ഒത്തിരി റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ഈ തൃശ്ശൂർ വന്നപ്പം ഏറ്റവും കൂടുതൽ കൗതുകം തോന്നിയത് ഒരു സെലിബ്രിറ്റി വന്നാൽ പോലും ഇത്രയും ആളുകൾ ഉണ്ടാവില്ല. അത് ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ആരാണെന്നല്ലേ എൻ്റെ മുമ്പിലിരിക്കുക നമ്മുടെ പ്രിയപ്പെട്ട തൃശ്ശൂർ കളക്ടർ സാർ. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇങ്ങനെ സാറിന് നോക്കി കിടക്കുന്നത് എല്ലാവരും സാറിൻ്റെ കൂടെയാണ് ഫോട്ടോ എടുക്കുന്നു. സാറേ, അതൊരു ഭാഗ്യമാണ് സാർ. അത് നമുക്ക് സന്തോഷമാണ്. നമ്മൾ ഓരോ പരിപാടികൾക്ക് പോകുമ്പോഴത്തേക്ക് എല്ലാവരും വരുമ്പോഴത്തേക്ക് നമ്മളോട് സംസാരിക്കുമ്പോഴും നമ്മൾ ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ടാണ് കാണുന്നത്. പിന്നെ ഈ കലോത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ആഘോഷമാണ്, ഒരു ടീമായിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ഫ്രണ്ടിൽ നിന്നിട്ട് ചെയ്യുന്ന രീതിക്കാണ്. കാരണം നമ്മുടെ ജില്ലയിൽ വന്ന് നടക്കുകയാണ്, നമ്മൾ എല്ലാവരുടെയും കൂടെ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന പോലെയാണ് നമ്മൾ നോക്കുന്നത്. ഈ വേദിയിൽ ഏറ്റവും കൂടുതൽ സെൽഫി എടുത്തൊരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ പേരേ ഉള്ളൂ, ജില്ലാ കളക്ടർ അല്ലേ? ഞാൻ കണ്ടതാണ്. അറിയില്ല, ഞാൻ കണ്ടതാണ്. എനിക്ക് 2017 കൂടുതൽ നമ്മുടെ കുട്ടികളാണ് വരുന്നത്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇപ്പൊ നിഷ്കളങ്കരായിട്ട് വന്ന് എല്ലാവരും ഇപ്പൊ പുതിയ ജനറേഷൻ ആണല്ലോ, അപ്പൊ ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കുക. അപ്പൊ നമ്മള് നിൽക്കും. 2017 ബാച്ചാണ്. 17 ബാച്ചാണ്. 2017 ബാച്ച്. 24 കളക്ടറായിട്ട് ഇവിടെ ജോയിൻ ചെയ്തു. 24 ജൂലൈയിലാണ് കളക്ടറായിട്ട് ജോയിൻ ചെയ്തത്. ആദ്യ വർഷം തന്നെ കലോത്സവം കിട്ടുന്നു. അതെ അല്ലേ? എനിക്ക് തോന്നുന്നു സാറിന്റെ ജീവിതം ഞാൻ കുറെയൊക്കെ പഠിച്ചു സാധാരണ ഒരു കുടുംബത്തിൽ അല്ലേ? അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. സാധാരണ ഇടുക്കിയിലാണ്, ഏലപ്പാറ ബോണാമി എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മളെ ജില്ലയാണ് സാർ. എവിടെ? ഇടുക്കിയിലെ എന്റെ തൊടുപുഴയാണ്. എന്റെ വൈഫ് ചെറുതോണില്ല. ശരി ശരി, ഓക്കെ. ഞാൻ ഏലപ്പാറയിലേക്ക് ഒത്തിരി റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഏലപ്പാറ ആ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എസ്റ്റേറ്റ് ആണ്. ഓ ശരി. അതെ, ഏലപ്പാറയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബോണാമി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കാവക്കുളം എസ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ പൊതുവെ ഏരിയ ആയിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു ജീവിതമൊക്കെ അല്ലോ എസ്റ്റേറ്റ് ആണ്. പേരൻസ് ഒക്കെ എങ്ങനെയായിരുന്നു സാർ? പാരൻസ് അച്ഛന് കൃഷിയാണ്, അമ്മ അംഗൻവാടി ടീച്ചറാണ്, ഒരു സിസ്റ്റർ ഉണ്ട്, പിന്നെ വൈഫ് ഗവൺമെന്റിൽ തന്നെ ഡോക്ടറാണ്, ഒരു പെൺകുട്ടിയുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയുടെ ഒക്കെ ഒരു ആഗ്രഹമായിരുന്നു മകൻ ഒരു കളക്ടറാണോ, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ആഗ്രഹമല്ലായിരുന്നു. നമ്മളെ അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം ആ ഒരു സമയത്തൊക്കെ ഡിഗ്രി തന്നെ ഒരു വലിയൊരു കാര്യമാണ്, ഗവൺമെന്റ് കോളേജിൽ ഒരു ഡിഗ്രി പഠിക്കാമെന്ന്. പക്ഷേ പാരൻസ് എല്ലാം നല്ല വിധ സപ്പോർട്ടായിരുന്നു, എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം പ്ലാന്റേഷൻ മേഖലയാണ്. അപ്പോൾ ഇപ്പം ഇതുപോലെ കമ്പാരിറ്റീവ്ലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ടൂറിസ്റ്റ് ഒക്കെ പോകുമ്പോൾ കാണാൻ നല്ല രസമെങ്കിൽ, ലയൊക്കെ കാണുമ്പോൾ രസമാണെങ്കിലും അവിടെ താമസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. പക്ഷെ എന്നാലും പരിമിതികൾക്ക് നിന്നുകൊണ്ട് എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു. എൻ്റെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ വേണ്ട സപ്പോർട്ട് തന്നായിരുന്നു. എന്താണോ നമ്മളിൽ ഭയങ്കര ട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഡിഗ്രീനെ കുറിച്ചാണെങ്കിലും മറ്റു കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും എന്ത് നമ്മൾ പറയുമ്പോഴാണെങ്കിലും അതിന് വേണ്ട സഹകരണം ചെയ്തു തന്നു. അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ എത്താൻ പറ്റിയത്. ലയത്തിലായിരുന്നു ഒരു ജീവിതം. ലയത്തിൽ ചെറുത്. അപ്പം അമ്മേൻ്റെ വീട് ലയത്തിലാണ്, പിന്നെ അല്ലാതെ നമ്മളല്ലാതെ വീടാണ്. ഇപ്പം അങ്ങോട്ട് മാറി. അപ്പോൾ ഇടയ്ക്ക് അവിടെ പോയി ലയത്തിൽ പോയി താമസിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. കുട്ടിക്കാലം എങ്ങനെയാണ് ഓർക്കുന്നത്? കുട്ടിക്കാലം കൂടുതൽ അവിടെ തന്നെയാണ്. അപ്പോൾ ആ പ്ലാന്റേഷൻ അവിടെ കാവക്കുളം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ലയങ്ങളുണ്ടാവും. ഒരു 4-5 ഫാമിലീസ് ഒരുമിച്ചായിരിക്കും അവിടെ താമസിക്കുക. അതെ, ഞങ്ങൾ പുതുവല്ല ഏരിയയാണ് താമസിക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് അവിടെ കുറച്ച് ദിവസം പോയി നിൽക്കുക, അവധിക്ക് വരുമ്പോഴത്തേക്ക് കളിക്കാൻ അവിടെയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ഉണ്ടാവും, രാവിലെ തന്നെ നമ്മൾ ഇറങ്ങും, ഓരോ സ്ഥലത്തായിട്ട് ഗ്രൗണ്ടിൽ കളിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു കുട്ടിക്കാല സുഹൃത്തുക്കളെ ഓർമ്മയിൽ വരുമ്പോൾ. കുട്ടിക്കാലത്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ ഓരോ സ്ഥലത്തൊക്കെയാണ്, അങ്ങനെ എല്ലാവരും അവിടെയൊക്കെ ഉണ്ട്. എല്ലാവരും അവിടെ തന്നെ. എനിക്ക് തോന്നുന്നു ഈ ലയത്തിലെ ജീവിതം എന്ന് പറയുമ്പോഴും നമ്മൾ ലയത്തിൽ ജീവിക്കുന്ന ഒത്തിരി ആള്. ഞാൻ മൂന്നാർ പോയിട്ടുണ്ട്, വാഗമൺ, ഇതൊക്കെ ലയങ്ങളാണല്ലോ, തേയിലത്തോട്ട ലയങ്ങൾ, കൃഷിക്കാരുടെ ലയങ്ങൾ വലിയ ദുരിതമുള്ള ജീവിതങ്ങളായി. ഇപ്പൊ സാറൊക്കെ കളക്ടറായിട്ട് വന്നു. സാറിനൊക്കെ ഒരു സ്വപ്ന പദ്ധതികളുണ്ടാവും ജീവിതത്തിലുള്ള സ്വപ്ന പദ്ധതി, ഈ ലയങ്ങളിൽ താമസിക്കുന്ന സ്വപ്ന പദ്ധതി. അങ്ങനെ സാറിന് ഒരു സ്വപ്ന പദ്ധതി എന്തായിരിക്കും മനസ്സിൽ? അത് ഗവൺമെന്റ് ജോലിയിൽ നിന്നും മാറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അല്ല, നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ അത് അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഏരിയ ആണെങ്കിൽ അവിടെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അഡ്മിനിസ്ട്രേഷൻ പല സമയത്തും എത്താൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ അവിടെ ജോയിൻ ചെയ്തപ്പോൾ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മലക്കപ്പാറ ആ ഭാഗത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ മൂന്നാർ പോലത്തെ ഒരു സ്ഥലം മലക്കപ്പാറയിലുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെയും ഇതേപോലെ ലയങ്ങളുണ്ട്, അവിടെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഇവിടുത്തെ ഒരു പോപ്പുലേഷനായിട്ട് പോലും പല സമയത്ത് കൺസിഡർ ചെയ്യില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് തമിഴ്നാട്ടിലും വരില്ല, ഇവിടെ കേരളത്തിലും വരില്ല. എന്നുവെച്ചാൽ ഉണ്ട്, പക്ഷെ എന്നാൽ ഡെവലപ്മെൻറ്റ് കാര്യത്തിൽ അങ്ങനെ ആയാലും പലപ്പോഴും ഉൾപ്പെട്ട് വരില്ല. പിന്നെ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, മലക്കപ്പാറ, പിന്നെ ട്രൈബൽ ഏരിയാസ്, അങ്ങനത്തെ സ്ഥലങ്ങൾ. പിന്നെ ഓരോ സ്ഥലത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അമ്മ തന്ന ഒരു ഉപദേശം? എല്ലാം ഭംഗിയായിട്ട് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ തന്നെയാണ്. അച്ഛൻ അതിന് പ്രത്യേകിച്ച് ഒരു സമയത്തായിട്ട് ഉപദേശം തരുള്ളൂ, പല സമയത്തായിട്ട് പല കാര്യങ്ങളിങ്ങനെ ഫീഡ്ബാക്ക് ആയിട്ട് തരും. അത് തന്നെയാണ്.
ഒരു കളക്ടറായി എന്ന് കേട്ടപ്പോൾ അമ്മയ്ക്കുണ്ട ഒരു സന്തോഷം എത്രമാത്രമായിരുന്നു? അത് എല്ലാവർക്കും ഉണ്ടാകുന്ന നല്ലൊരു സന്തോഷമാണ്, അവർക്ക് എല്ലാവർക്കും അഭിമാനമാണ്. എല്ലാവർക്കും, പാരൻസിന് മാത്രമല്ല അവിടെ നാട്ടിലുള്ള എല്ലാവർക്കും നല്ല അഭിമാനമാണ്. അപ്പോൾ അവിടെയുള്ള ഏരിയയിൽ ഇപ്പോൾ വീട്ടിൽ പോയിക്കുമ്പോൾ തന്നെ ഇപ്പോൾ സർവീസ് കയറിയിട്ട് 7 വർഷമായാലും ഇപ്പോഴും പോകുമ്പോഴത്തേക്ക് എല്ലാവരും ആ ഒരു സ്നേഹവും ഭയങ്കരമായിട്ട് കാണിക്കാറുണ്ട്. ഇപ്പോൾ പ്രശ്നം കളക്ടറായി വന്നതിന് ശേഷം അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടാറില്ല. ഇടയ്ക്ക് കുറേ മാസങ്ങൾ കഴിയുമ്പോഴാണ് ഇടയ്ക്ക് അവിടെ പോകുന്നത്. ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ടോ? അമ്മ ഇപ്പോഴും ജോലിക്ക് പോകുന്നത്. അംഗൻവാടി ടീച്ചറായിട്ട് പോകും. അംഗൻവാടി ടീച്ചർ തന്നെയാണ്, അവിടെ കാവക്കുളത്ത് തന്നെയാണ് അംഗൻവാടി ടീച്ചറായിട്ട് പോകുന്നത്. അപ്പം അമ്മ, ഞാൻ എപ്പോഴും ആലോചിക്കണം, അമ്മ ഇപ്പോഴും ജോലിക്ക് പോകുന്നു, സാർ ഇവിടെ കളക്ടർ ജോലി വന്നു. അമ്മയുടെ ഒരു സന്തോഷം അതാണ് അല്ലേ? എനിക്ക് ആ കുട്ടികളെ പഠിപ്പിച്ച് അംഗൻവാടി കുട്ടികളെ, എൻ്റെ മോൻ അങ്ങനെയായിരുന്നല്ലോ, അതൊക്കെ അമ്മയുടെ ഒരു സന്തോഷമാണല്ലോ. ഒരിക്കലും അത് വേണ്ട എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. അതെ, ഇല്ല, അമ്മ ഇപ്പോഴും പോകുന്നുണ്ട്. അമ്മയ്ക്ക് ഇപ്പോഴും അഭിമാനം തന്നെയാണ്. അമ്മയ്ക്ക് മാത്രമല്ല, അമ്മയുടെ കൂടെയുള്ള ടീച്ചേഴ്സിനും അഭിമാനമാണ്. അംഗൻവാടി ടീച്ചേഴ്സിന് എല്ലാവരും പോകുമ്പോൾ എല്ലാവരും കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്, പോകുമ്പോൾ അല്ലാതെ തന്നെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. പിന്നെ ആ ഒരു കണക്ഷനുകൊണ്ട് അംഗൻവാടി ഫീൽഡിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാറുണ്ട്. എവിടെ പോയി കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് കൂടുതൽ ആ ഏരിയ നല്ലോണം ഫോക്കസ് ചെയ്യാറുണ്ട്. എന്തെങ്കിലുമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നോക്കുകയാണെങ്കിൽ ലാൻഡ് ഇല്ലാത്ത അംഗൻവാടികളുണ്ടാവും. നോക്കുമ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിൽ നോക്കുമ്പോഴത്തേക്ക്. സോ ഒരു അംഗൻവാടിൻ്റെ ഭൂമിൻ്റെ പ്രശ്നം പരിഹരിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ കുട്ടികൾക്ക് ഭയങ്കര ഡെവലപ്മെൻ്റ് ആയിട്ട് വരും. കാരണം ഭാവി അവരാണ് വരുന്നത്, ഫ്യൂച്ചർ അവരാണ്. അച്ഛൻ്റെ കൃഷി എന്തായിരുന്നു? കൃഷി അവിടെ ഏലമാണ്, കുറച്ച് സ്ഥലമുണ്ട്. പിന്നെ അങ്ങനെ ഫുള്ളായിട്ട് കൃഷിയല്ല, കൃഷി പിന്നെ അച്ഛൻ്റെ കൂടെ സഹായിക്കാൻ പോയിട്ടുണ്ടോ കൃഷിയിൽ? അത് പോകാറുണ്ട്. അതെ, അത് ഇടയ്ക്ക് ഇപ്പൊ കുറച്ചായിട്ട് പോകാറില്ല, അല്ലാത്തപ്പോഴത്തേക്ക് കളക്ടർ ആവുന്നതിന് മുമ്പ് ഇടയ്ക്ക് വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അവിടെ പോയി പണി ചെയ്യാറുണ്ട്. അതെ, അതൊക്കെ ഒരു സന്തോഷമാണല്ലോ. അതെ, അതൊരു സന്തോഷം. കണ്ണ് നിറഞ്ഞ ഒരു മുഹൂർത്തം ഏതായിരിക്കും സാറിന്റെ? കണ്ണ് നിറഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ റിസൾട്ട് വന്ന സമയത്ത് തന്നെയാണ് നിറഞ്ഞത്. പിന്നെ പല സമയത്തും ഇതുപോലത്തെ ഓരോ സന്തോഷങ്ങൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇമോഷണലായിട്ട് നമ്മൾ ആവും, കണ്ണ് നിറയും. ഏറ്റവും കൂടുതൽ ദുഃഖപ്പെട്ട സഹകരണമുണ്ട്, അതുപോലെ ഇപ്പോൾ കണ്ണു നിറഞ്ഞത് ഏറ്റവും കൂടുതൽ സന്തോഷം വന്നത് ഏതായിരിക്കും? ഇല്ല, ഏറ്റവും വലിയ അങ്ങനെ ഞാൻ പറയല്ല, ഒരു മൊമെന്റ് അങ്ങനെയൊന്നുമില്ല. പല സമയത്തായിട്ട് ആ ഒരു സാഹചര്യം വെച്ചിട്ട് ദുഃഖപ്പെട്ട ഇപ്പം നമ്മുടെ ജീവിതം എടുക്കുകയാണെങ്കിൽ എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. പല സമയത്തും നമ്മൾ ചാലഞ്ചസ് ഉണ്ടാവും. ആ ചാലഞ്ചസ് വരുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. എന്നാലും നമുക്ക് എത്രത്തോളം സ്ട്രോങ് ആണെങ്കിൽ ചില സമയത്ത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പം അങ്ങനെ പല സമയത്തായിട്ട് കുറച്ച്, പക്ഷെ അത് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്കിത് വേണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു മുഹൂർത്തം, ഒരു സന്ദർഭം എന്തായിരിക്കും? ഏത് സർവീസാണ്? നമ്മൾ സർവീസല്ല, എനിക്കിത് എൻ്റെ ജീവിതത്തിൽ എനിക്കിത് വേണ്ടായിരുന്നു, എനിക്ക് ചിലപ്പോൾ തോന്നും ഓ ഇത് ചെയ്യണ്ടായിരുന്നു, അങ്ങനെ തോന്നിയ ഒരു മുഹൂർത്തം എന്തായിരിക്കും? അങ്ങനെ പ്രത്യേക ഒരു മുഹൂർത്തമായിട്ട് ഓർമ്മയില്ല. പക്ഷെ അത് എന്തായാലും ഞാൻ വിചാരിച്ച ഒരു കാര്യമാണ് ചെയ്യാന്നുള്ളതാണ്, ഡിസിഷൻ എടുക്കാന്നുള്ളതാണ്. ചിലപ്പോൾ എപ്പോഴും ശരിയാവണമെന്നില്ല. അപ്പം അതിന് മടിച്ചു പോയിട്ട് ഡിസിഷൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. തെറ്റുപറ്റിയെന്ന് തോന്നിയിട്ടുണ്ടോ എടുത്ത ഡിസിഷൻ? അത് പലപ്പോഴും തെറ്റുപറ്റാറുണ്ട്. അത് നമ്മൾ പെർഫെക്റ്റ് അല്ലല്ലോ, മനുഷ്യരെല്ലാം. അതെ, എന്തായാലും തെറ്റുപറ്റും. പക്ഷെ അത് തിരുത്തി മുന്നോട്ട് പോകാന്നുള്ളതാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടോ? ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പം ബുദ്ധിമുട്ടാണെങ്കിലും ആ ഉണ്ടാവുന്ന സമയത്ത് നമ്മളൊരു ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ പ്രിപ്പറേഷൻ്റെ സമയത്താണെങ്കിലും അപ്പോൾ ഫിനാൻഷ്യലായിട്ടായാലും പ്രിപ്പറേഷൻ്റെ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ ഒരു പോസിറ്റീവായിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ പല പല സാഹചര്യത്തിൽ ആ ഒരു പോസിറ്റീവായിട്ട് എടുക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. അത് ഹെൽപ്ഫുള്ളും ആയിട്ടുണ്ട്. സ്വന്തം നാട്ടിൽ കളക്ടറായിട്ട് പോകണമെന്ന് ആഗ്രഹമില്ലേ? നമ്മൾ കളക്ടറായിരിക്കുമ്പോൾ ഏത് സ്ഥലത്തായാലും നമ്മൾ ഓക്കെയാണ്. നമ്മളങ്ങനെ ഒരു സ്ഥലം പ്രിഫറൻസ് ആയിട്ട് ചോദിക്കാറില്ല. നമ്മൾ സർവീസിൽ കയറുമ്പോൾ തന്നെ ഏത് സ്ഥലത്തും ഏത് പോസ്റ്റിലും വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് പോകുന്നത്. മഴയും ഇടിയും കാറ്റും വരുമ്പോൾ സ്കൂൾ കുട്ടികളിലേക്ക് മെസ്സേജ് വിടാറുണ്ട്, അത് ഭയങ്കര സംസാരമാണ്, അതെങ്ങനെ തോന്നുന്നു? അതെ, ഇവിടെ മഴ കൂടുതൽ പെയ്യുമ്പോഴത്തേക്ക് കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ ഇവിടെ അധികം മഴ പെയ്യുമ്പോൾ നമ്മൾ അവധി കൊടുക്കാറുണ്ട്. കാരണം കുട്ടികളുടെ സേഫ്റ്റിയാണ് പ്രധാനം. നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഒരുപാട് മഴ പെയ്യുമ്പോഴും അവധിയൊന്നും തരാറില്ല. പക്ഷെ ആ ബുദ്ധിമുട്ടൊക്കെ കടന്നിട്ടാണ് നമ്മൾ സ്കൂളിലൊക്കെ പോകാറ്. പക്ഷെ അതൊക്കെ കണക്കൂട്ടിയാണ് നമ്മൾ അവധി കൊടുക്കാറുണ്ട്. പിന്നെ അത് കോമ്പൻസേറ്റ് ചെയ്യാറുണ്ട് ക്ലാസ്സൊക്കെ. പിന്നെ ഒരു ദിവസം അവധി കിട്ടിയത് കൊണ്ട് പഠിത്തം മുടങ്ങുന്നൊന്നുമില്ല. കൂടുതൽ എനർജി ആയിട്ട് അവർക്ക് പഠിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടയ്ക്ക് ഒരു ബ്രേക്കൊക്കെ കിട്ടുമ്പോഴത്തേക്ക്. ഇടുക്കിയിൽ നിന്നും ഒരു കളക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്വപ്നമായിരുന്നു. ഞാൻ ഇടുക്കിക്കാരനാണ്, നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ്. എൻ്റെ മോള് സിവിലിന് പോകുന്നുണ്ട്, അത് എഴുതിയെടുക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള എൻ്റെ മോളും അങ്ങനെയൊക്കെയാണ്. ഒക്കെ പിന്നോട്ട് പോയി. പക്ഷെ നമുക്ക് ഇടുക്കി ജില്ലയെ പോലെ ഒരു പിന്നോക്ക ജില്ല എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ഒരു കളക്ടർ വരികയെന്ന് വെച്ചാൽ വലിയ അഭിമാനമാണ്. അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതിന് എത്രമാത്രം ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു സാർ? അത് ഞാൻ കുട്ടിക്കാലത്ത് ഇത് ആലോചിച്ചിട്ടില്ലായിരുന്നു. കാരണം അവിടുത്തെ സാഹചര്യം നമ്മൾ എപ്പോഴും ചുറ്റിലുള്ള സാഹചര്യം കാണുന്ന ആൾക്കാരൊക്കെ വെച്ചിട്ടാണ് എന്താവണം അതൊക്കെ നമ്മൾ നോക്കുന്നത്. ഓരോ സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഗ്രാജുവലി ഓരോ സമയം നമുക്ക് മുന്നിലോട്ട് പോകാൻ സാധിച്ചു. കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഇപ്പോൾ കോളേജ് ആണെങ്കിൽ പുറത്ത് കൊല്ലത്ത് നമ്മൾ പഠിച്ചു. അതിനുശേഷം
സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്ത്, അങ്ങനെ ഓരോ സമയം ചെയ്യുന്നതോറും നമുക്ക് കൂടുതൽ അവസരങ്ങൾ ഓപ്പൺ ചെയ്തു വന്നു, കൂടുതൽ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ വന്നു പറ്റി. അങ്ങനെയാണ് സിവിൽ സർവീസിലോട്ട് എത്തിയത്. ഏകദേശം കോളേജ് കഴിഞ്ഞിട്ട് 2.5 years ഒരു സോഫ്റ്റ്വെയർ ഫേമിൽ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഈ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാന്നുള്ള പ്ലാൻ തന്നെ എത്തിയത്. കളക്ടർ ആയില്ലെങ്കിൽ എന്താവുമായിരുന്നു? കളക്ടർ ആയില്ലെങ്കിൽ ആക്ച്വലി നമ്മുടെ കോളേജ് കഴിഞ്ഞിട്ടുള്ള ഒരു 2-3 years ക്രൂഷ്യലായിട്ടുള്ളതാണ്. എല്ലാം നമ്മൾ ട്രൈ ചെയ്യും. അല്ല, കോളേജ് പഠിക്കുമ്പോൾ എനിക്കങ്ങനെയാണ്, പഠിച്ചത് ഫീൽഡിലോട്ട് പോകണമെന്നായിരുന്നു. പിന്നെ അതിന് ശേഷം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് പോകണമെന്നാണ്. പോയിട്ടില്ലെങ്കിൽ എനിക്കല്ല, കൂടെ മറ്റ് എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ടായിരുന്നു, ഗവൺമെൻറ് എക്സാംസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കൃഷിയുണ്ട്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ വീട്ടിലാരൊക്കെയാന്ന് അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞിരുന്നു. എനിക്കൊന്ന് അച്ഛനും അമ്മയും സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ കോട്ടയത്താണ്. പിന്നെ വൈഫ് ഡോക്ടറാണ്, ഗവൺമെന്റിൽ തന്നെ. നേരത്തെ പറഞ്ഞു വൈഫ് ഡോക്ടറാണ്. ഒരു കുട്ടിയുണ്ട്. എത്ര വയസ്സായി? 5 മാസമാണ് പ്രായം. ഇപ്പൊ വൈഫ് ജോലി ചെയ്യുന്നത് കോട്ടയത്താണ്? അല്ല, ഇവിടെയാണ്, തൃശ്ശൂർ തന്നെയാണ്. തൃക്കൂർ PHC മെഡിക്കൽ ഓഫീസ് ഇവിടെ തന്നെയാണ്. അതെ. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് തന്നെയാണ് കാണാൻ? അതെ, ഒരുമിച്ച് തന്നെയാണ്. അല്ലേ? ഇനി ഭാവിയിലുള്ള യാത്രയിൽ, കളക്ടറാണ് ഭാവിയിലുള്ള യാത്ര, എനിക്ക് തോന്നുന്നു കളക്ടർ കണ്ടപ്പോൾ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റിയ ഒരു നല്ല ഫേസ് ആണ്. അങ്ങനെ ആഗ്രഹമല്ലോ, സിനിമ മോഹം? പാട്ട് പാടുവോ? ഇല്ല, അങ്ങനത്തെ കലാവാസന എന്താണുള്ളത്? ഇല്ല, കലാവാസനയായിട്ട് എല്ലാം കാണുക. അതെ. നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാന്നുള്ളതാണ്. കലയായിട്ട് അധികം ബന്ധമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു വേണ്ട എന്ന് തോന്നുന്നു നമ്മുടെ ഒന്ന് കൈ പിടിച്ചു ഉയർത്തുന്ന ആളുകളുണ്ടാവും. എനിക്ക് അങ്ങനെ ഒരാളുടെ പേര് പറയാൻ ആരെയായിരിക്കും ഉണ്ടാവുക? ഒരുപാട് പേരുണ്ട്, ഫ്രണ്ട്സ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പേരായിട്ടില്ല, ഒരുപാട്. അത് ഓരോ സമയത്ത് ഓരോ ആൾക്കാരായിരിക്കും. എല്ലാവരും ഉണ്ട്, ഞാൻ ഒരാൾ വിട്ടിട്ട് പോകുന്നല്ല ഞാൻ പറഞ്ഞു. ഓരോ സമയത്ത് നമുക്ക് ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എല്ലാവരും ഉണ്ട്. അതെ. സിനിമകൾ കാണാറുണ്ടോ? സിനിമകൾ കാണാറുണ്ട്. ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ? ആകെ എനിക്ക് എല്ലാവരും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതില്ല. എല്ലാവരും മലയാളം കാണാറുണ്ട്, തമിഴും കാണാറുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് എക്കോ ആണ് കണ്ടത്. എക്കോ നല്ല സിനിമയായിരുന്നു. മലയാളത്തിലൊക്കെ ഒരുപാട് നല്ല സിനിമാസ്, നല്ല സ്റ്റോറീസ് ഒക്കെ ആയിട്ടുള്ള, ഒരുപാട് മെസ്സേജസ് ആയിട്ടുള്ള ഫിലിംസ് ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്. സാറിന്റെ പേര് വെക്കുമ്പം ഇടുക്കി ജില്ല എന്നാരും പറയില്ല. നമ്മൾ ചിലപ്പോൾ ആ പേരിൽ തന്നെ തമിഴും കൂടെ ചേർന്ന് അർജുൻ പാണ്ഡ്യൻ തമിഴും കൂടെ ഉണ്ട്. ശരിക്കും മലയാളിയാണ്. അല്ല, ശരിക്കും മലയാളിയല്ല, അച്ഛനും അമ്മയും മലയാളി തന്നെയല്ലേ? ആ പേര് കേൾക്കുമ്പോൾ ഇത് എവിടെയാണ്, തമിഴ്നാടാണ്, നോർത്ത് ഇന്ത്യ, അങ്ങനെ ഒരു ഡൗട്ട് എല്ലാവർക്കും വരാറുണ്ട്. അത് ക്ലിയർ ചെയ്താണ് നമ്മുടെ ഇടുക്കി ജില്ലക്കാരനാണ് നമ്മുടെ ഈ കളക്ടർ. നമുക്ക് ഇടുക്കിയിലേക്ക് ഒന്ന് കൊണ്ടുവരണം. നമുക്ക് പിള്ളേർക്കൊക്കെ ഈ മഴ പെയ്യുമ്പോൾ ഒക്കെ അവധി കൊടുക്കുമ്പോൾ കളക്ടർ വൈറലാകാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാർ. അത് തന്നെയാണ് സാറിനെ ഞാൻ ഇന്നലെ തൊട്ട് ഫോളോ ചെയ്യുമായിരുന്നു. എൻ്റെ ജില്ലയും കൂടെ ആകുമ്പോൾ എനിക്ക് അതിൽ കൂടുതൽ സന്തോഷമാണെന്ന്. അപ്പൊ നമുക്ക് കാണണം. 18-ാം തീയതി മോഹൻലാൽ വരുന്നുണ്ട്. മോഹൻലാൽ ഏത് ഡ്രസ് ഇട്ട് വരും എന്നാണ് സാറിന്റെ പ്രതീക്ഷ? അറിയില്ല. സാറിന്റെ ഒരു ഇഷ്ടം ഏതാണ്? എങ്ങനെ മോഹൻലാൽ ഏത് ഡ്രസ് ഇട്ട് വരുന്നൊരു ഇഷ്ടം? അറിയില്ല. കുർത്ത അതുപോലെ തന്നെ ആയിരിക്കാം, എനിക്കറിയില്ല. എന്താ അറിയില്ല. അങ്ങ് എന്ത് വന്നാലും നമുക്ക് ഇഷ്ടമാണ്. അതെ അല്ലേ? എനിക്ക് ഡ്രസ്സിലൊന്നും അല്ലല്ലോ കാര്യം, ആൾക്കാരിലാണല്ലോ കാര്യം. ആൾക്കാരുടെ ഉള്ളിലുണ്ടല്ലോ അദ്ദേഹം. അതെ. അതാണ് കറക്റ്റ് പോയിന്റ്. ഇവിടുത്തെ എല്ലാവരുടെ ഉള്ളിൽ സാറുണ്ടല്ലോ എന്ന് പറഞ്ഞാണ്. സാർ ഒത്തിരി സന്തോഷം. ഇത്രയും നേരം എനിക്ക് സമയം അനുവദിച്ചാൽ ഞാൻ ഒന്നിലും പോയില്ല. നമ്മൾ രസകരമായിട്ട് സംസാരിച്ച് പോയെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഇന്റർവ്യൂ ആയിട്ട് ഫീൽ ചെയ്തു സാർ. അതെ, നമ്മൾ ജസ്റ്റ് ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്ക് ആയിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. എന്തായാലും 1-2 ടോക്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷം. എനിക്ക് ഒത്തിരി ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ശരി. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.